അയോധ്യ ഒരു ആധുനിക നഗരമായി അതിവേഗം കുതിക്കുകയാണ്. ജനുവരി 22-ന് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പായി തന്നെ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങളാണ് ദ്രുതഗതിയിൽ നടക്കുന്നത്. വളരെ ആധുനിക സംവിധാനങ്ങളുള്ള അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷൻ, പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ട്, പിന്നെ ഈ ട്രെയിൻ യാത്രയിൽ പിന്നെ സെൽഫി പോയിന്റുകൾ, അതായത് നരേന്ദ്രമോദിയുടെ ആഗ്രഹപ്രകാരം 200 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് സെൽഫി പോയിന്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ട്രെയിനുകൾ അയോധ്യയിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ ഒട്ടേറെ ട്രെയിനുകൾ റദ്ദാക്കപ്പെടും ഈ ഒരു സമയത്ത്. അതായത് മിക്ക സ്പെഷ്യൽ ട്രെയിനുകളും റദ്ദാക്കപ്പെടും, കുറേ യാത്രാ ട്രെയിനുകളും റദ്ദാക്കപ്പെടും. കേരളത്തിലേക്കുള്ള ഹിമസാഗർ എക്സ്പ്രസ് ഉൾപ്പെടെ അതിനൊരു അന്തിമ ലിസ്റ്റ് വന്നിട്ടില്ല. പക്ഷെ എന്തായാലും റെയിൽവേ യാത്രക്കാർക്ക് ദുരിതം സമ്മാനിച്ചുകൊണ്ടായിരിക്കാം അയോധ്യയിലേക്കുള്ള പ്രവാഹം ഉണ്ടാവുക. പല ട്രെയിനുകളും ഉണ്ടാവില്ല. സാധാരണ യാത്രക്കാരുടെ ദുരിതങ്ങൾ നമ്മൾ കാണേണ്ടി വരും. ഇപ്പം ഈ ശബരിമലയെ പറ്റി ഈ തിരക്കിനെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു, പോലീസ് പരാജയപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കഥകളുണ്ടാക്കിയല്ലോ. അടിസ്ഥാനങ്ങളൊക്കെ വളരെ ഒന്നുമില്ല എന്ന് പിന്നീട് മനസ്സിലായി. ശബരിമലയിലെ തിരക്ക് എങ്ങനെ വരുന്നു? അതൊരു ബോട്ടിലേക്കാണ് 18-ാം പടി. അവിടെ ഒരു ദിവസം ഇത്ര 80,000 മുതൽ 1,00,000 വരെ കടത്തിവിടാൻ പറ്റും. അപ്പോൾ ലക്ഷങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് തിരക്കുണ്ടാവും. അത് മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം അതേപോലെ അയോധ്യയിലേക്ക് ട്രെയിനുകൾ തിരിച്ചുവിടുമ്പോൾ ഉണ്ടാകുന്ന തിരക്ക് അല്ലെ യാത്രാ ബുദ്ധിമുട്ടുകൾ, അതിനെയൊന്നും ഒരു മീഡിയയും അഡ്രസ്സ് ചെയ്യുന്നില്ല. കാരണം അയോധ്യയിലെ ഈ പരിപാടി ഒരു വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. അത് BJPക്ക് ആവശ്യമാണ്, സംശയമില്ല. പക്ഷെ അവിടെ വേറെ പലർക്കും എന്തൊക്കെ നഷ്ടപ്പെടുന്നു എന്നുള്ളത്, ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഉള്ള റെയിൽവേയിലെ 50% കൺസെഷൻ, ടിക്കറ്റ് എടുക്കുമ്പോൾ 50% കൊടുത്താൽ മതി എന്നുള്ള കൺസെഷൻ മുമ്പുണ്ടായിരുന്നു. കോവിഡ് കാലത്ത് അത് റദ്ദാക്കി. ഞാൻ ഒരു ഉദാഹരണം പറയും. ഞങ്ങൾ ഈ 60 വയസ്സ് കഴിഞ്ഞ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേരാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്തിട്ട് ഈ ആനുകൂല്യം വർഷങ്ങളോളം അനുഭവിച്ചുകൊണ്ടിരുന്നത്. 60 വയസ്സ് കഴിഞ്ഞ ആ പ്രൂഫുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റിൻ്റെ പകുതി കാശ് കൊടുത്താൽ മതി. അത് കോവിഡ് കാലത്ത് എടുത്ത് കളഞ്ഞ് ബുദ്ധിമുട്ടുകൾ കാരണം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇത് തൽക്കാലം റദ്ദ് ചെയ്യുകയാണ്, ഇത് പുനഃസ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഈ പണി കാണിച്ചത്. ഇപ്പം വരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. അതുവഴി 200 കോടിയാണ് ലാഭം ഉണ്ടാക്കിയത്. ഈ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാതെ അതിൽ നിന്ന് കിട്ടിയ തുകയാണ് 200 കോടി രൂപ. അപ്പം ഇങ്ങനെ ചില മാനുഷിക വശങ്ങൾ ഓരോന്നിനും ഉണ്ട്. അയോധ്യ വികസിക്കട്ടെ, അവിടെ രാമക്ഷേത്രം വരട്ടെ, അതൊരു വലിയ നഗരമായിട്ട് മാറട്ടെ, അവിടെ ധാരാളം ഭക്തരും ടൂറിസ്റ്റുകളും വരട്ടെ. പക്ഷേ മറുവശത്ത് പലതും നഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങളുണ്ട്. ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നവർ, യാത്രാ സൗകര്യം നഷ്ടപ്പെടുന്നവർ, അത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഗവൺമെൻറ്റിന് ബാധ്യതയില്ലേ? ആ വിഷയമാണ് ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നത്. കാരണം അയോധ്യ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും വലിയ കാർഡാണ്. ആ കാർഡിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമോ എന്നത് വലിയ ചോദ്യമാണ്. ഇന്ത്യ മുന്നണി ഇപ്പോഴും ഒരു മുന്നണി പോലും ആയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അല്ലെങ്കിൽ അഭിപ്രായം നിങ്ങൾ പ്രേക്ഷകർ പറയും. ഇന്ത്യ മുന്നണി ഇപ്പോഴും ഒരു മുന്നണി ആയിട്ടുണ്ടോ? ആയിട്ടില്ല. അതിനിടയിലാണ് ഇടുത്തി പോലെ അയോധ്യ ഉദ്ഘാടനം കോൺഗ്രസിൻ്റെ മേൽ വന്ന് പതിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സമീപകാല ജീവിതത്തിലെ ആ പാർട്ടിയുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അയോധ്യ വിഷയത്തിൽ നേരിടുന്നത്. ഒരു പാർട്ടിയുടെ ഐഡന്റിറ്റി, അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ സെക്കുലർ ആണോ അതോ നിങ്ങൾ സോഫ്റ്റ് ഹിന്ദുത്വയാണോ? ഈ ചോദ്യമാണ്. ആർ യു സെക്കുലർ ഓർ ആർ യു സോഫ്റ്റ് ഓൺ ഹിന്ദുത്വ? അത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു, ഇപ്പോൾ BJP ആണ്, ആയിരുന്ന ഇപ്പോഴും ധാരാളം അനുയായികളും സ്വാധീനങ്ങളും പല മേഖലകളിലുമുള്ള
കോൺഗ്രസ്സിന് ആ ഒരു ബാധ്യതയുണ്ട്. നിലപാട് വ്യക്തമാക്കണം എന്ന് പറയുന്നൊരു ബാധ്യത. എന്തേ നിങ്ങൾക്ക് നിലപാടില്ലാത്തത്? ഓരോ നേതാക്കൾ ഓരോന്ന് പറയുന്നു. അങ്ങനെ ഒരു പാർട്ടിക്ക് എങ്ങനെ ഒരു വിശാല പ്രതിപക്ഷ സഖ്യത്തെ നയിക്കാൻ പറ്റും? അതിനുള്ള ആംബിയർ ഉണ്ടോ കോൺഗ്രസ്സിന്? അത് കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളായില്ലേ? അത് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാദേശിക പാർട്ടികൾക്ക് സ്വാധീനമുള്ളിടത്ത് അവർക്ക് കാര്യങ്ങൾ വിട്ടുകൊടുക്കുക. തമിഴ്നാട്ടിൽ DMK, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പറയുന്ന ബംഗാളിൽ മമതയ്ക്ക്, അതേപോലെ യു പി കോൺഗ്രസിന് വലിയ സ്വാധീനമൊന്നുമില്ല. അപ്പോൾ അവിടെ അഖിലേഷ് സിംഗ് യാദവിന് വിട്ടുകൊടുക്കുക കാര്യങ്ങൾ. എന്നിട്ട് കോൺഗ്രസ് കേന്ദ്രീകരിക്കേണ്ട എന്താണ്? ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടി പറയുകയാണ്. ഹിന്ദി ഹെർട്ട്ലാൻഡിലെ നഷ്ടപ്പെട്ട മണ്ണ് തിരിച്ചു പിടിക്കുകയാണ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം. ആദ്യം നിങ്ങൾ തിരിച്ചു പിടിക്കും നിങ്ങളുടെ മണ്ണ്. അപ്പൊ അവിടെ ആരെ എതിർക്കണം? BJP എതിർക്കണം. BJPയോട് പൊരുതിയിട്ട് നിങ്ങൾ ആ മണ്ണ് തിരിച്ചു പിടിക്കുക. മധ്യപ്രദേശ്, UP കൈവിട്ടു പോയി. ഇനി തിരിച്ചു ഇപ്പൊ സമീപകാലത്ത് കൈവിട്ടു പോയ UP പോട്ടെ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തുടങ്ങിയ ആ ഇന്ത്യയുടെ ആ മധ്യഭാഗം ഉണ്ടല്ലോ, ഹിന്ദി ഭൂമി എന്ന് പറയുന്ന ഒരു ഭാഗം, അത് തിരിച്ചു പിടിക്കുക മാത്രമേ കോൺഗ്രസിന്റെ ഭാവിയിൽ കോൺഗ്രസിന് എന്തെങ്കിലും ഭാവി പറയാനുള്ളൂ. എങ്കിൽ മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ വീണ്ടും വയനാട്ടിൽ വന്ന് മത്സരിച്ചിട്ട് ലോക്സഭ MP ആവുന്നതിലൊന്നും വലിയ വീരത്വമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇനി മത്സരിക്കരുത്. അത് തെറ്റായ സന്ദേശം കൊടുക്കുന്നു. BJPക്ക് അനുകൂലമാണ്. കഴിഞ്ഞ തവണത്തെ പോലെ അവർ പ്രചരിപ്പിക്കും, രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ പോയി. കേരളത്തിൽ വടക്കേനിയിൽ മത്സരിക്കാൻ ധൈര്യമില്ല. അവിടെ തന്നെ കോൺഗ്രസ് പത്തി താത്തില്ലേ? അപ്പൊ ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാനോ നടപ്പാക്കാനോ കോൺഗ്രസിന് കഴിയാതായിരിക്കും. അപ്പൊ ഈ ഒരവസ്ഥയിൽ BJPയുടെ അപ്പർ ഹാൻഡ് BJP കാണിക്കും. അയോധ്യ അതിനവർക്ക് കിട്ടുന്ന അടുത്ത ബോണസാണ്. അതവർ നന്നായിട്ട് പ്രചരിപ്പിക്കും. വടക്കേനിയിലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ അത് ധാരാളം മതിയാവും. ഇതാണ് യാഥാർത്ഥ്യം.